എടി എന്താടി ഞാൻ വലിയൊരു പ്രശ്നത്തിലാ. ആ രതീഷില്ലേ, ഓന് എന്നെ വിളിച്ചോണ്ടിരിക്കുക. ഏത് നിന്റെ ക്ലാസ്മേറ്റ്? മറ്റേ എന്താ നിങ്ങൾ എന്തായിരുന്നു കഴിഞ്ഞ അലൂമിനിയൊക്കെ അടിച്ചു പൊളിച്ച ആൾക്കാരല്ലേ? അപ്പൊ വിളിക്കട്ടെ. ഇനിയിപ്പോ എന്താ? ഇത് അങ്ങനത്തെ വിളിയല്ല. പിന്നെ ഇങ്ങനത്തെ വിളിയാന്ന്. ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഓന്റെ വിളി ശരിയല്ല. ഓനിപ്പോ എന്താ പറയുന്നത് നിന്നോട്? എന്നോട് ആദ്യം വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ഭയങ്കര സുന്ദരിയാണ്. അത് ചിലപ്പോ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കടി. അല്ലാണ്ട് ഇപ്പൊ നിന്റെ മുഖത്ത് നോക്കിട്ട് ആരെങ്കിലും അങ്ങനെയൊക്കെ പറയൂ? ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത്. ആ എന്നാ ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. എടി പ്രശ്നാണെന്ന്. എന്താ? ഓൻ പിന്നെ എന്റെ അടുത്ത് പറയാ എന്നോട് ഇപ്പോഴും പ്രേമാണ്, ഇന്നെ കെട്ടണമെന്നൊക്കെ. അയ്യോ, അപ്പൊ പരീക്കെന്ത്? എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം. വെറുതെ മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. നിന്റെ ഈ പ്രാന്തൊന്ന് ടെൻഷൻ പോക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്നെ ചിരിപ്പിക്കാൻ നോക്കിയല്ലേ? നീ പറ. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിഞ്ഞൂടാ. ഓൻ ഇങ്ങോട്ട് വരൂന്നൊക്കെ പറയണ്. അപ്പൊ നീ എന്തു പറഞ്ഞു? ഞാൻ പോടാ പട്ടിന്നുണ്ട് ഫോൺ കട്ട് ചെയ്തു. എടി അങ്ങനെയല്ലായിരുന്നു പറയേണ്ടത്. അവൻ എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ വിളിച്ച് വരുത്തിയിട്ട് നമുക്ക് റെഡി ആക്കി കൊടുക്കണമായിരുന്നു. ഇങ്ങനത്തെ ഞരമ്പ് രോഗികളൊക്കെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ എന്താ പറയണത്? ഓൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇത് വിളിക്കടി നമുക്ക്. അല്ലെങ്കിൽ പിന്നെ പരീക്കാനോട് പറയണം. അതെന്തായാലും നടക്കൂലല്ലോ. നടക്കൂല. ആ അപ്പൊ പിന്നെ ഇങ്ങോട്ട് വരുത്തട്ടെ. വേണ്ട, ഓൻ ഇങ്ങോട്ട് വരും വേണ്ട. അല്ലാണ്ട് പിന്നെ എന്ത്? എന്തായി ഊണായാ? ഇതാ അടുപ്പത്തിപ്പാവും. അടുപ്പത്തായിട്ടേ ഉള്ളൂ. എന്താണ്? ഒന്നുമില്ല, ചോറിപ്പ തരാട്ടോ. ഞങ്ങൾ അവിടെ ഇരിക്കും. എന്താണ് റസിയക്ക് പ്രശ്നം? റസിയാക്കൊന്നുമില്ല. എന്തേ റസിയാക്കൊന്നുമില്ലല്ലോ. കിണുങ്ങല്ലേ കാര്യം പറ. കാര്യം പറയ്. ഒന്നുമില്ല വാസേട്ടാ. ഒക്കെ വേറെ നിങ്ങൾ അവിടത്തേക്ക് ഇരിക്കാൻ. ഞാൻ ചോറ് തരാം. പറയടി, കാര്യം പറ. എന്താന്ന്? ഒന്നുമില്ല. അല്ല, അവളുടെ സാധാരണ ബഹുമാരിയല്ലല്ലോ അവളുടെ. ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ശരി, നീ മര്യാദയ്ക്ക് കാര്യം പറഞ്ഞോ. എന്താ കാര്യം? ഇരിക്കടോ. അല്ല ഇരിക്ക്. ഇത് നമ്മുടെ വീട് തന്നെയാണ്. അവിടെ ഇരുന്നോ. റസിയ, റസിയ, ഓ ഇങ്ങോട്ട് വാ. എന്റെ അലൂമിനിയുടെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഓനക്ക് എന്താ എന്നോട് പറയാണ്ട്? എനിക്കൊന്നും കേൾക്കാനില്ല. ഓൻ എന്നെ പെണ്ണ് കാണാൻ വന്നതല്ല. ഓനക്ക് എന്താ എന്നോട് പറയാണ്ടെന്ന്. എന്തിനാണ് ഓൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എനിക്ക് എന്നോടൊന്നും പറയാനില്ല. ഈ പറയണൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട. കൂടെ പഠിച്ചതായതുകൊണ്ട് ഞാൻ അവിടെ ആട്ടി ഇറക്കണില്ല. അതെ, ആ ജാതി വർത്താനൊന്നും വേണ്ട. ഇതിപ്പോ എന്റെ കുടിയിരിക്കാണ് ഇങ്ങോട്ട് കയറി വന്നേക്കണേ. അങ്ങനെ തോന്നുന്നു. ആ പറയാളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അല്ലേ, അവന് പറയാനുള്ളത് അവൻ പറഞ്ഞോട്ടെ. അവനെന്തോ പറയണ്ട്, പറഞ്ഞോ. അതെ, ഇതിപ്പോ നമ്മുടെ വീടാണ്. ഇവിടെ ഓനെ നമ്മൾ വിളിച്ചോണ്ടെന്നേക്ക. അതിന്റെ ആ ഒരു മര്യാദയും മാന്യതയും നമ്മൾ കാണിക്കണം. ഓനക്കതില്ല. അത് നമ്മൾ കാര്യാക്കണ്ട. ഫോൺ ചെയ്ത് പറഞ്ഞതല്ലേ. അതെ, അനക്ക് എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോ. പറയടോ, പറഞ്ഞോ. റസിയ, ക്ഷമിക്കണം. അറിയാതെ പറ്റിപ്പോയതാ. പെട്ടെന്ന് ഇങ്ങനെ പാടില്ലായിരുന്നു. ക്ഷമിക്കണം. ഇനി വേറെ ആരോടെങ്കിലും ഉണ്ടാവോ നിനക്ക്? അയ്യോ ഇല്ല, നിർത്തി. സത്യം ചെയ്ത് പറയടാ. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഈ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, അത് ഈ പാലിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഈ പരികുട്ടി ആരാന്ന് വെച്ച് മനസ്സിലാക്കും കേട്ടോ. ഇല്ല, നിർത്തി. നീ അവളുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ അതപ്പോഴേ ഡിലീറ്റ് കളഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ. ചെല്ല്. എന്നാ പോക്കോ. എൻ്റെ റസിയ, ഇതുപോലുള്ള നൂലാമാല കേസുകളൊക്കെ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ വല്ലതും വന്നു പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടിലെ ആണുങ്ങളുമായിട്ട് സംസാരിക്കണ്ടേ?
എന്നാലേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പം അതാ മല്ലികയെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അവള് പറഞ്ഞത്. അവളത് പറയാ കാരണമാണ് ഇപ്പം രതീഷിനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ വീർത്ത് പോവില്ലേ? ഇത് എവിടെ ചെന്നിട്ട് പിന്നെ പൊട്ടുക? അല്ല റസിയ, ഇനി വേറെ ആർക്കൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് പോയപ്പോ? അല്ല, ഇടപെടണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജോസൂട്ടി എന്നോട് ചോദിച്ചൊന്നും കേട്ടില്ല. ഇജ്ജ് എന്താ പറയാണ്ടിരുന്നത്? പേടിച്ചിട്ടാണ് പറഞ്ഞില്ലേ. പേടിച്ചിട്ടാണ് ഇക്ക. അല്ലാത്തൊന്നും പറയാൻ എനിക്കൊരു പേടിയില്ലല്ലോ. പോട്ടെ, കാര്യം കഴിഞ്ഞല്ലോ. എല്ലാവർക്കും നല്ലൊരു കട്ടൻ ചായ അങ്ങോട്ട് എടുത്തോ. പഞ്ചാര ശരിക്കും അങ്ങോട്ട് ഇട്ടോട്ടാ. പഞ്ചാര കാര്യം വീട്ടിൽ ഇനി മുണ്ടി പോരുതിട്ടാ. അത് ചായയിലാണെങ്കിലും ഫോണിലാണെങ്കിലും.